അങ്ങനെ കറക്കം കണ്ടിരിക്കുകയാണ്. ചില സിനിമകൾ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്ത് നമുക്കൊരു വിഷമമായിരിക്കും. പിന്നീട് അത് OTT കാണുമ്പോൾ നമ്മൾ വിചാരിക്കും തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റില്ല എന്നൊരു വിഷമം വരും. പക്ഷെ അങ്ങനെ തിയേറ്ററിൽ നിന്ന് മിസ്സായിട്ട് എന്നെ തേടി പിടിച്ച് OTT പോയി കണ്ട ഒരാളാണ് ഞാൻ. കറക്കം മികച്ച ഒരു അപരാധമാണ്. ആ ഒരു ഹൊറർ ഫിലിം, മ്യൂസിക് ഹൊറർ എന്ന് പറഞ്ഞാണ് അവര് കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ പാട്ടിങ്ങനെ തള്ളി കയറ്റി വെക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിനകത്ത് ഒരു 5 പ്രേതവും. ഇതിന്റെ കഥ ഭയങ്കര സിമ്പിളാ. ഒരു ന്യൂ ഇയർ, ആ ന്യൂ ഇയറിന്റെ പരിപാടിക്ക് ഇടയിൽ ഒരു അടി ഉണ്ടാവുന്നു. ആ അടി ഉണ്ടാകുമ്പോൾ ഇവര് പോയി സെമിത്തേരി കിടക്കുന്നു. ശ്രീനാഥ് ബാസിയാണ് കേന്ദ്ര കഥാപാത്രം. അപ്പോ സെമിത്തേരി പോകുന്നു. അവിടുന്ന് കുരിശെടുക്കും. കുരിശെടുത്ത് വീട്ടിൽ കൊണ്ടുവരുമ്പോ പ്രേതം കൂടെ വരുന്നു. ഒന്നല്ല, 5 5 പ്രേതമാണ് കോമഡി. പ്രേതം ഇങ്ങനെ ഫാന്റസി ഡ്രസ്സിലൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനുണ്ട്. അതും എപ്പോഴും ഈ ഒരു സീനേ ഉള്ളു പ്രേതം. കൂടാതെ അവര് ഇങ്ങനെ ഇങ്ങനെ അതെ, ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടി കാണിക്കും ഇടയ്ക്ക്. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ടൊരു ഉണ്ടാക്കിയ കഥയും അവസാനത്തെ ഒരു ക്ലൈമാക്സ്, വില്ലൻ വന്ന ഫ്രണ്ടിൽ ഇങ്ങനെ നിന്ന് തരുമോ, ഞാനാ അവരെ കൊന്ന, നീ അറിഞ്ഞില്ലേ ഞാനാ കൊന്നത്, നിനക്ക് എന്തോ വേണം. അതും കഴിഞ്ഞിട്ട് അവസാനത്തെ രംഗത്തിൽ ക്ലൈമാക്സ് എൻഡ് ആവുന്ന സമയത്ത് ശ്രീനാഥ് ബാസി ഇങ്ങനെ പ്രേതത്തിനെ കണ്ട് ഓടുന്നൊരു ഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അയ്യോ പ്രേതം എന്ന് പറഞ്ഞ് ഓടുന്നൊരു ഷോട്ടും. ഇതുപോലെ ഒരു മികച്ച സാധനം വേറെ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. കൊള്ളത്തില്ല. ഇതിന്റെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. തിയേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നവന്മാര് ഭയങ്കര റിവ്യൂ ആയിരുന്നു. കിട്ടില്ല പടം, ഫസ്റ്റ് ബാച്ച്.